السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم اجعل حبك أحب إلينا من أنفسنا. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. رب زدنا علما نافعا. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും നല്ലോണം ഔദും ബിസ്മിയൊക്കെ പറഞ്ഞു. വലിയ വലിയ ഗ്യാപ്പുകൾക്കൊക്കെ ശേഷം തുടരാണ്. ഇബ്ലീസ് പല രീതിയിലും തടസ്സങ്ങളിടും. നമുക്ക് ഇനി ഇൻഷാ അള്ളാ പൂർവാധികം ശക്തിയോടുകൂടി കണ്ടിന്യൂ ചെയ്യണം. അപ്പം ഇടയ്ക്ക് പല കാരണങ്ങളാൽ ബ്രേക്ക് ആയവരുണ്ടാവും. വെക്കേഷൻ, ട്രിപ്പ്, അത് ഇതൊക്കെ ഇനി നമുക്ക് തുടക്കത്തിൽ ഒരിത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. നമുക്ക് മെല്ലെ 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 അങ്ങ് വലിഞ്ഞ് ട്രാക്കിലേക്ക് കയറണം ഇൻഷാ അള്ളാ. അപ്പം സ്ഥിരമായിട്ട് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അടുത്ത് ഇബ്ലീസിന്റെ ഷെറിൽ നിന്നും സ്വന്തം നഫ്സിന്റെ ഷെറിൽ നിന്നും ശരണം തേടിക്കൊണ്ടിരിക്കുക. അള്ളാഹു എല്ലാവർക്കും എളുപ്പമാക്കട്ടെ ഖുർആനിനോട് കൂടെയുള്ള ഈ യാത്ര, എനിക്കും നിങ്ങൾക്കും ഇൻഷാ അള്ളാ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 99-ാമത്തെ ആയത്തിലാണ് നിർത്തിയത് അല്ലെ. ഇനി ഇന്ന് 100, 101 നോക്കാം ഇൻഷാ അള്ളാ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബനി ഇസ്രായേലിന്റെ വേറൊരു എക്സ്ക്യൂസ് ആണ് കണ്ടത് അല്ലെ. അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, ഖുർആനിൽ വിശ്വസിക്കാതിരിക്കാൻ വേണ്ടി പല കാരണങ്ങളും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെയുള്ള ഒരു കാരണമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അതായത് ജിബ്രീൽ അലൈഹിസ്ലാം ആണോ വഹി കൊണ്ടുവന്നത് എന്നാൽ നമ്മൾ അതിനകത്ത് വിശ്വസിക്കുന്നില്ല. കാരണം ജിബ്രീൽ നമുക്ക് മുമ്പ് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആല അവരുടെ അടുത്ത് പറയാണ്, ജിബ്രീൽ കൊണ്ടുവന്നത് എന്റെ അനുവാദത്തോടു കൂടിയാണ് അല്ലെ, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പെർമിഷനോട് കൂടിയാണ്. മാത്രമല്ല ജിബ്രീൽ കൊണ്ടുവന്നത് എന്തോ അത് നിങ്ങളുടെ കയ്യിലുള്ളതിനെ, നിങ്ങളുടെ കയ്യിലുള്ള ഗ്രന്ഥത്തിനെ സത്യപ്പെടുത്തുന്നതും കൂടിയായിരുന്നു. അതും മാത്രമല്ല, ഈ പറഞ്ഞ ഇത് ജിബ്രീൽ എന്താണോ കൊണ്ടുവന്നത് അത് നിങ്ങൾക്ക് ഹിദായത്താണ്, ബുഷ്റയാണ് അല്ലെ. ഹുദം വ ബുഷ്റ, നിങ്ങൾക്ക് സന്തോഷ വാർത്തയാണ്. അതും ആർക്കാണ്? വിശ്വസിക്കുന്നവർക്ക് മാത്രം. അപ്പം വിശ്വസിക്കുന്നവർക്ക് മാത്രം ഹുദയും ബുഷ്റയുമായിട്ടുള്ള നിങ്ങളുടെ കയ്യിലുള്ളതിനെ സത്യപ്പെടുത്തുന്നത് എന്റെ അനുവാദത്തോടു കൂടിയാണ് ജിബ്രീൽ അലൈഹിസ്ലാം കൊണ്ടുവന്നത് അല്ലെ. അപ്പം ആരാ നഷ്ടക്കാരത് ഫോളോ ചെയ്തില്ലെങ്കിൽ? നിങ്ങൾ തന്നെ. അപ്പം അള്ളാഹു സുബ്ഹാനഹു തആല അവരുടെ ഓരോ എക്സ്ക്യൂസസിനെയും ഇങ്ങനെ റിഫ്യൂട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക, അതിന് റീസണിങ് നിരത്തിക്കൊണ്ട്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല അതിനുശേഷം ശത്രുത ഡിക്ലെയർ ചെയ്യണം അല്ലെ. ആര് അള്ളാഹുവിനോടും അവന്റെ മലായിക്കത്തിനോടും അവന്റെ പ്രവാചകന്മാരോടും ശത്രുവായിരിക്കുന്നുവോ അവരോട് അള്ളാഹു ശത്രുവാണ്. അതിന്റെ കൂടെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ അള്ളാഹ്ക്ക് ശത്രുവാകുന്നത് എന്ന് നമ്മൾ കണ്ടു അല്ലെ. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് നമ്മൾ ആ കാര്യത്തിൽ ക്ലാസ്സിൽ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സൊക്കെ മിസ്സായവര് എന്തായാലും കേൾക്കണം. കേട്ട് എക്സാം എഴുതാൻ പറ്റുന്നവർ എക്സാം എഴുതണം. എല്ലാവർക്കും പല പല റീസൺസ് ഉണ്ടായിരുന്നു. അപ്പൊ റീസൺസ് ഒന്നും ബോധിപ്പിക്കേണ്ട, ക്യാച്ച് ചെയ്യുക എല്ലാവരും. കഴിഞ്ഞ ലെസൺസ് ഒക്കെ കേട്ട് എക്സാംസ് എഴുതുക. അപ്പൊ ഒരു കണ്ടിന്യൂറ്റി കിട്ടും. ഇടയ്ക്കുള്ളത് മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഇബ്ലീസ് പറയും ഏതായാലും കഴിഞ്ഞില്ലേ, ഇനിയിപ്പം നടക്കും തോന്നില്ല, ഇടയ്ക്ക് മിസ്സായല്ലോ എന്നൊക്കെ പറയാം. ഒന്നും നോക്കണ്ട, ഒന്നൊന്ന് സ്ട്രെസ് എടുത്താലും കുഴപ്പമില്ല. പെട്ടെന്ന് അതൊക്കെ ഒന്ന് ക്യാച്ച് ചെയ്ത് എക്സാം എഴുതാൻ നോക്കാം. അപ്പൊ അള്ളാഹു പറയായിരുന്നു, നിങ്ങൾ ഈ പറഞ്ഞ എനിക്ക് അള്ളാഹ്ക്കോ അള്ളാഹുവിന്റെ മലായിക്കത്തിനോ അള്ളാഹുവിന്റെ പ്രവാചകന്മാർക്കോ ഇനി ജിബ്രീലിനോ മീകായിലിനോ അല്ലെ, ഇവർക്ക് ആർക്കെങ്കിലും നിങ്ങൾ ശത്രുവാണെങ്കിൽ നിങ്ങളുമായിട്ട് എനിക്ക് ശത്രുതയുണ്ട്. ഇന്നല്ലാഹ അദുവ്വുൻ. മാത്രമല്ല ആരാണ്? ലിൽ കാഫിരീൻ. അങ്ങനെയുള്ളവർ ആരാന്ന് അള്ളാഹ് പറഞ്ഞത്? കാഫിറുകളാണ്. അവർ നിഷേധികളാണ്, സത്യനിഷേധികളാണെന്ന് പറഞ്ഞു. പിന്നെ അള്ളാഹു സുബ്ഹാനഹു തആല ഖുർആനിനെ കുറിച്ച് കൂടുതൽ സ്ട്രെസ് ചെയ്തിട്ട് പറയാണ്. അതെന്താണ്? വ്യക്തമായ ദൃഷ്ടാന്തങ്ങളാണ് അല്ലെ. ഖുർആൻ എന്ന് പറഞ്ഞാൽ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളാണ്. അത് ആര് നിഷേധിക്കുന്നോ അവര് ഫാസിഖാണ് അല്ലെ. ഇല്ലൽ ഫാസിഖൂൻ. അതായത് അതിര് ലംഘിക്കുന്നവരല്ലാതെ ഖുർആനെ നിഷേധിക്കുകയില്ല. നമ്മൾ അതിന്റെ കൂടെ നമ്മൾ ലെസൺസ് പറയുമ്പോൾ പറഞ്ഞിരുന്നു എന്തുകൊണ്ടാണ് ജിബ്രീൽ അലൈഹിസ്ലാമിന് വേണ്ടി പേരെടുത്ത് പറഞ്ഞ അള്ളാഹു ഇത്രയും ഡിഫൻസ് കൊടുക്കുന്നത്, ഇത്രയും ജിബ്രീൽ അലൈഹിസ്ലാമിന് അള്ളാഹു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. ആ സ്പെഷ്യൽ സ്റ്റേറ്റസിന്റെ കാരണം എന്താണ്? ജിബ്രീൽ അലൈഹിസ്ലാം ഖുർആൻ കാരിയർ ആയിരുന്നു അല്ലെ. ഖുർആൻ അള്ളാഹുവിൽ നിന്നും ഭൂമിയിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തിച്ചത് ജിബ്രീൽ അലൈഹിസ്ലാം ആയിരുന്നു. അതിന്റെ കൂടെ ഖുർആൻ ക്യാരി ചെയ്യുന്നവരുടെ സ്റ്റാറ്റസ് എന്താണ്? അവരുടെ സ്പെഷ്യാലിറ്റി എന്താണ്? അവർക്ക് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പ്രൊട്ടക്ഷൻ എന്താണ്?
എന്നുള്ളത് നമ്മൾ കണ്ടു. മാത്രമല്ല അതിനെതിരെയുള്ളവർക്ക് അള്ളാഹുവിന്റെ ശത്രുതയുണ്ടെന്ന് നമ്മൾ കണ്ടു അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ ഖുർആൻ എത്രത്തോളം ക്യാരി ചെയ്യണം, അതും നിർഭയത്വത്തോടു കൂടി നമുക്ക് ക്യാരി ചെയ്യാം. കാരണം അള്ളാഹിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ അല്ലെ, അള്ളാഹിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനേയും പേടിക്കേണ്ട. അള്ളാഹിന്റെ ഖുർആനിനകത്ത് പറഞ്ഞിരിക്കുന്നത് അനുസരിക്കാൻ വേണ്ടിയിട്ട് അതിനെതിരെ ആര് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല അല്ലെ. നമുക്ക് അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾക്ക് ഓരോരുത്തർക്കും എപ്പോഴും പറയുമ്പോഴും ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് എന്നോടാണ് പറയുന്നത് അല്ലെ. അവളത് ചെയ്യുന്നില്ലല്ലോ, ഇവളത് ചെയ്യുന്നില്ലല്ലോ എന്നുള്ളത് മാറ്റി വെച്ചിട്ട് അള്ളാഹ് ഖുർആനിൽ എന്നോട് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ചുറ്റുപാടും ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല. കാരണം അള്ളാഹിന്റെ സംരക്ഷണം ഉണ്ടാവും. ഇൻഷാ അള്ളാഹ് നമുക്ക് ഇന്നത്തെ ആയത്തുകളായിട്ട് കണ്ടിന്യൂ ചെയ്യാം. 102 ആയത്ത് കുറച്ച് വലുതുമാണ്, വേറെ തന്നെ ഒരു ടോപ്പിക്കുമാണ്. അതുകൊണ്ട് ഇതിന്റെ കൂടെ കമ്പൈൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് 100, 101 എടുക്കുന്നുള്ളൂ. 100, 101 ചെറിയ ആയത്തുകളാണ്. ഇൻഷാ അള്ളാഹ് 102 നമുക്ക് അടുത്ത ക്ലാസ്സിൽ കവർ ചെയ്യാം. അപ്പം 100 ആയത്ത് അവകുല്ലമ അഹദു അഹ്ദൻ നബദഹു ഫരീഖും മിൻഹും ബൽ അക്സറുഹും ലാ യുഅ്മിനൂൻ. അവർ യഹൂദർ ഏതൊരു കരാർ ചെയ്തു കഴിയുമ്പോഴും അവരിൽ ഒരു വിഭാഗം അത് വലിച്ചെറിയുകയാണോ? തന്നെയുമല്ല അവരിൽ അധിക പേർക്കും വിശ്വാസം തന്നെ ഇല്ല. വാക്കർത്ഥം നോക്കാം. അവകുല്ലമ, ആ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും പറയുന്ന പോലെ ഇസ്തിഫാം ക്വസ്റ്റ്യൻ വേർഡ് ആണ്. ഓക്കെ, ആണോ എന്നുള്ള ചോദിക്കുന്നത്. വ എന്ന് പറയുന്നത് ഇവിടുത്തെ ആൻഡ് ആണ്, മുമ്പുള്ള ആയത്തിനുമായിട്ട് ചേർത്തുന്നത്. അപ്പം ആ വ അങ്ങനെ ആണോ, കുല്ലമ എല്ലായ്പ്പോഴും അങ്ങനെ ആണോ, എന്താണെന്നുള്ളത് അടുത്ത വാക്കിൽ പറയുന്നുണ്ട്. ആഹദു അവർ കരാർ ചെയ്തു. ആഹദു നമ്മൾ മാദി പഠിച്ച ആൾക്കാരാണ് അല്ലെ. മാദിയില് ഏത് ഫോമാണ് ഇത് എന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. ഫഅലു, ഖാലു, അവർ പറഞ്ഞു അല്ലെ, അവർ ചെയ്തു. അപ്പം ഇവിടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഹും ആണ്. ഞാൻ ജസ്റ്റ് ഓർമ്മിപ്പിക്കുന്നേ ഉള്ളൂ. എല്ലാവരും ടച്ച് വിട്ടവരൊക്കെ അതൊക്കെ ഒന്ന് പൊടി തട്ടി എടുക്കാം. അപ്പം അവകുല്ലമ അഹദു അഹ്ദൻ ഒരു കരാർ. ഇവിടെ അഹ്ദൻ എന്ന് പറയുന്നത് അതേ റൂട്ടിൽ നിന്നുള്ള ഇസ്മാണ്. അഹദു എന്ന് പറയുന്നത് സെയിം റൂട്ടിൽ നിന്നുള്ള ഫിഅല് മാദിയാണ്. ഐൻ ഹ ദാൽ, രണ്ടിന്റെയും റൂട്ട് സെയിം ആണ്. അഹ്ദൻ ഒരു കരാർ. നബദഹു, നബദ നൂൻ ബാദാൽ, നബദ എന്ന് പറഞ്ഞാൽ വലിച്ചെറിയുക. ഹു അതിനെ. ഓക്കെ, ഹു അത് അവസാനത്തിലുള്ള ഒരു ദമീർ മുത്തസിലാണ്. ഫരീഖുൻ ഒരു വിഭാഗം. മിൻഹും അവരിലുള്ള. ഫരീഖൊക്കെ നമ്മൾ മുമ്പേ കണ്ടിട്ടുള്ള വാക്കാണ്. ബൽ എന്നാൽ അല്ലെങ്കിൽ പക്ഷേ. അക്സറുഹും അവരിൽ അധിക പേരും. അക്സർ കാഫ് സ റ. കസീർ എന്ന് പറഞ്ഞാൽ ധാരാളം. അക്സർ എന്ന് പറഞ്ഞാൽ അതിന്റെ പീക്കാണ്. നമ്മൾ കബീർ അക്ബർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പം അതേ ഫോമാറ്റ് ഉള്ളതാണ് എക്സർ എന്ന് പറഞ്ഞാൽ മോസ്റ്റ് എന്ന് പറയും. ഇംഗ്ലീഷിൽ പറയുമ്പോൾ മോസ്റ്റ് ഓഫ് ദം. ഓക്കെ, അപ്പം അവരിൽ അധിക പേരും ലാ യുഅ്മിനൂൻ അവർ വിശ്വസിക്കുന്നില്ല. യുഅ്മിനൂൻ ഒക്കെ നമ്മളിപ്പോ കണ്ട് താഴ്പിച്ച വാക്കാണ് അല്ലെ. റൂട്ടൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഹംസ മീം നൂൻ. അപ്പം അവരിൽ അധിക പേരും വിശ്വസിക്കുന്നില്ല. നമുക്ക് തഫ്സീറിൽ നോക്കാം. അപ്പം ബനി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ കാര്യമൊന്നും അല്ല അല്ലെ. അവര് ഉടമ്പടി പാലിക്കാതിരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ കാര്യങ്ങളും അവരുടെ ചരിത്രം എടുത്തെടുത്ത് പറഞ്ഞ് ഓർമ്മിപ്പിക്കുകയാണ്. കുല്ലമ അഹദു അഹ്ദൻ, കുല്ലമ എന്ന് പറഞ്ഞാൽ ഓരോ സമയവും, വെനവർ, ഓരോ പ്രാവശ്യവും. ഓക്കെ, അഹദു അവർ കരാറ് ഉണ്ടാക്കി. ഓക്കെ, അവരൊരു അഹദ് ഉണ്ടാക്കി. അപ്പൊ ഓരോ പ്രാവശ്യവും അവര് ഒരു കരാർ ഉണ്ടാക്കിയപ്പോൾ നബദഹു എന്താണ്, അതിനെ അവര് വലിച്ചെറിഞ്ഞു. നൂൻ ബ ദാൽ. നബ്ദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്നിനെ ഒഴിവാക്കുക, എറിഞ്ഞു കളയുക, വലിച്ചെറിയുക എന്നൊക്കെ. അപ്പം അവരെന്തുകൊണ്ടാണ് അതിനെ വലിച്ചെറിയുന്നത്? അത് പാലിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നല്ലേ. അവര് മുമ്പ് നമ്മൾ അവരുടെ കുറെ കരാറുകൾ കണ്ടതാണ്. അവര് കരാർ ഉടമ്പടി എടുക്കും, എന്നിട്ട് അതിനെ വലിച്ചെറിയും. നബദഹു അവൻ അതിനെ വലിച്ചെറിഞ്ഞു. ആരാണ് വലിച്ചെറിഞ്ഞത്? ഫരീഖുൻ ഒരു വിഭാഗം. ഓക്കെ, ഫരീഖുൻ ഒരു വിഭാഗം. മിൻഹും അവരിൽ നിന്ന്. അപ്പം അവരിൽ നിന്ന് ഒരു വിഭാഗം അതിനെ വലിച്ചെറിഞ്ഞു. എല്ലാ ബനി ഇസ്രായേലിലുള്ള എല്ലാവരും എന്നല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. പക്ഷെ അവരിൽ നിന്ന് ചിലർ അല്ലെ, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാര്. ഓരോ പ്രാവശ്യം ഒരു ഉടമ്പടി ഉണ്ടാക്കുമ്പോഴും ഒരു പ്രോമിസ് ചെയ്യുമ്പോഴും അവരതിനെ അവഗണിക്കും, അവരതിന് എതിരെ പ്രവർത്തിക്കും, അവർ ആ പ്രോമിസ് ബ്രേക്ക് ചെയ്യും. അഹ്ദ് അല്ലെ, അഹ്ദ് എന്ന് പറഞ്ഞാൽ പ്രോമിസ്.
ആരുമായിട്ടുള്ള പ്രോമിസ് ആണ്? അള്ളാഹു സുബ്ഹാനഹു തആലയുമായിട്ടുള്ള പ്രോമിസ് ആണെങ്കിലും ആളുകളായിട്ടുള്ള പ്രോമിസ് ആണെങ്കിലും ഒന്നും അവർക്കൊരു വിഷയമല്ല അല്ലേ? അവർ പ്രോമിസ് കൊടുക്കും, അത് ബ്രേക്ക് ചെയ്യും, വീണ്ടും കൊടുക്കും, വീണ്ടും ബ്രേക്ക് ചെയ്യും. അവർ ആ ഒരു സ്റ്റൈലിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് അള്ളാഹുവായിട്ട് അവരുണ്ടാക്കിയിട്ടുള്ള മീസാക്ക് അല്ലേ, ഇഷ്ടംപോലെ നമ്മൾ അതിനെ കണ്ടു. ബനി ഇസ്രായേൽ എപ്പോൾ മീസാക്ക് ഉണ്ടാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരത് ബ്രേക്ക് ചെയ്തതായിട്ട് ആയത്തിൽ തന്നെ അല്ലെങ്കിൽ അടുത്ത ആയത്തിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ട്. അപ്പം നബദഹു ഫരീഖും മിൻഹും, അവരിൽ ഒരു വിഭാഗം അതിനെ ബ്രേക്ക് ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ പറയുമ്പോൾ വെറുതെ അവർ ബ്രേക്ക് ചെയ്തു എന്ന് കൂടെ അല്ല പറയുന്നത് അല്ലെ, അത്രയ്ക്ക് നീതി പുലർത്തിയിട്ടാ പറയുന്നത്. അവരിൽ ഒരു വിഭാഗം എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഓരോ വാക്കും അല്ലെ, ഓരോ വാക്കും വാല്യുബിൾ ആണ്, മീനിങ് ഫുള്ളും ആണ്. കാരണം അവരെല്ലാവരും ബ്രേക്ക് ചെയ്തിട്ടില്ല. ഒരു ഗ്രൂപ്പ് മാത്രമേ ബ്രേക്ക് ചെയ്തിട്ടുള്ളൂ. അവരിൽ ബ്രേക്ക് ചെയ്യാത്ത ആളുകൾ ഉണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. ഓക്കെ. അപ്പം ഒരു ഗ്രൂപ്പ് അവരിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു തആലയുമായിട്ട് അല്ലെങ്കിൽ ആളുകളുമായിട്ട് ഉണ്ടാക്കിയ കരാറുകളും ഉടമ്പടികളൊക്കെ അവർ ബ്രേക്ക് ചെയ്തുകൊണ്ടേയിരുന്നു. ബൽ അക്സറുഹും, കാരണം എന്താണ്, മെജോറിറ്റി അവരിൽ അധിക പേരും, അക്സർ കാസറ കെസുറ, കെസുറ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളമായിട്ട് ഉണ്ടായിരിക്കുക എന്തെങ്കിലും. ഓക്കെ. അക്സറുഹും, അവരിൽ അധിക പേരുകളും ആൾക്കാരും ലാ യുഅ്മിനൂൻ, അവർ വിശ്വസിക്കുന്നില്ല. ഒരു ഗ്രൂപ്പ് ആളുകൾ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഉടമ്പടികൾ ഓപ്പൺ ആയിട്ട് ഒരു കൂസലും ഇല്ലാണ്ട് ബ്രേക്ക് ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പം കാരണം എന്താണ്, യാഥാർത്ഥ്യം എന്താണ്, അവരിലധികം ആളുകൾക്കും ഈമാൻ ഉണ്ടായിരുന്നില്ല. അവർ ശരിക്കും വിശ്വസിക്കുന്നില്ല അല്ലെ. സുബ്ഹാനല്ലാഹ്. നമുക്ക് തന്നെ അറിയാം, നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞത് ഈമാന്റെ കാര്യങ്ങളാണ്, യഖീന്റെ കാര്യങ്ങളാണ് അല്ലെ. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു വമിനൻ നാസി എന്താണ്, വമിനൻ നാസി മൻ യഖൂലു ആമന്ന ബില്ലാഹി വബിൽ യൗമിൽ ആഖിരി അല്ലേ. ഒരു കൂട്ടം ആളുകളുണ്ട്, അവർ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നു എന്ന് പറയും, പക്ഷെ അവര് വിശ്വസിക്കുന്നില്ല അല്ലെ. അപ്പം അങ്ങനെ വിശ്വസിക്കാത്തവരാണ് ഇതൊക്കെ യാതൊരു കൂസലും ഇല്ലാതെ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഉടമ്പടിയും ഖുർആനും ഒക്കെ യാതൊരു കൂസലും ഇല്ലാതെ തള്ളിക്കളയുന്നത്. യഖീൻ ഇല്ലാത്തവരാണ്. യഖീൻ വരുമ്പം നമ്മൾ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മുമ്പിൽ നാളെ ചെന്ന് നിൽക്കണം, അള്ളാഹുവിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയണം എന്നുള്ള ചിന്ത ശരിക്കും നമ്മുടെ ഉള്ളിൽ ഉറച്ചിട്ടുണ്ടെങ്കിൽ ഖുർആനിൽ നിന്നുള്ള എന്തൊരു കാര്യവും എന്തൊരു കമാൻഡും എന്തൊരു ഉടമ്പടിയും കേൾക്കുമ്പോൾ നമ്മൾ അതിനെ കൂസലില്ലാതെ തള്ളിക്കളയൂല. നമ്മുടെ ഉള്ളിൽ ഒരു ഭയം വരും, അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പം ഇവർക്ക് യാതൊരു കൂസലും ഇല്ലാത്ത എന്തുകൊണ്ടാണ്, അവർ വിശ്വസിക്കുന്നില്ല. ലാ യുഅ്മിനൂന, എത്ര ഈമാൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവർ വിശ്വസിക്കുന്നില്ല. നമ്മളെപ്പോഴും ബനൂ ഇസ്രായേലിന്റെ കാര്യം പറയുമ്പോൾ നമ്മളോട് തന്നെയാണ് കൈ ചൂണ്ടേണ്ടത് അല്ലേ. ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ അള്ളാഹുവിന്റെ കൽപ്പനകൾ കേട്ടിട്ട് അതിനെ കൂസലില്ലാതെ യാതൊരു വാല്യൂം കൊടുക്കാതെ അതിനെ തള്ളിക്കളയുന്നുണ്ട്, അല്ലെങ്കിൽ ആക്ട് ചെയ്യാൻ ഞാൻ അത് എന്താണ് ഒബേ ചെയ്യുന്നു എന്ന് ആക്ട് ചെയ്തുകൊണ്ട് അതിനെ നിസാരമാക്കി കളയുന്നുണ്ടോ എങ്കിൽ ലാ യുഅ്മിനൂൻ, ഈമാൻ ഇല്ലാത്ത ആൾക്കാരാണ് നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു തആല അത്തരത്തിൽ പെടുന്നവരെ തൊട്ട് നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പം അവരെടുത്ത് സബ്ബത്ത് നാളിന്റെ അല്ലെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ദിവസം മാത്രം, ആറാമത്തെ ദിവസം മാത്രം അവര് മീൻ പിടിക്കാൻ പോകാൻ പാടില്ല. പക്ഷെ എന്താണ്, അതായത് ഐഹികമായിട്ടുള്ള നേട്ടമുള്ള ഒരു കാര്യവും അവര് ചെയ്യാൻ പാടില്ല എന്ന് അവരെടുത്ത് പറഞ്ഞപ്പോൾ അവരതിനെ ബ്രേക്ക് ചെയ്തു അല്ലെ. അവരതിനെ എതിരെ പ്രവർത്തിച്ചു, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ റൂളുകൾക്ക് എതിരെ പ്രവർത്തിച്ചു. അപ്പം അതും എന്തായിരുന്നു, ഒരു കൂട്ടം ആളുകളായിരുന്നു അല്ലെ. എന്നിട്ട് നമ്മൾ അതിന് തുടർച്ചയായിട്ടുള്ള ആയത്തുകളൊക്കെ കണ്ടത്, അതിന് അവർക്ക് കിട്ടിയ ശിക്ഷയൊക്കെ നമ്മൾ കണ്ടതാ അല്ലെ. അപ്പം അവിടെ എന്തായിരുന്നു, ഒരു കൂട്ടം ആൾക്കാരായിരുന്നു. അപ്പൊ നബദഹു ഫരീഖും മിൻഹും, അവരിൽ ഒരു കൂട്ടം ആളുകൾ അതിനെ വലിച്ചെറിഞ്ഞു. ബൽ അക്സറഹും ലാ യുഅ്മിനൂൻ, അവരധിക പേരും അതിനെ വിശ്വസിക്കുന്നില്ല. ഇത് പക്ഷെ അവരുടെ കാര്യത്തിൽ പുതിയൊരു കാര്യമൊന്നുമല്ല, ഇതായിരുന്നു അവരുടെ ഹാബിറ്റ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നപ്പോഴും അവര് ഇത് തന്നെയാണ് ചെയ്തത്. പണ്ടും അവരിതാണ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. അവര് ബനൂ ഇസ്രായേല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പ് ജൂതഗോത്രമായിരുന്നപ്പോഴും ക്രിസ്ത്യാനിറ്റിയിലായിരുന്നപ്പോഴും അവര് ഏതൊരു വിശ്വാസത്തിലായിരുന്നപ്പോഴും അവർ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഉടമ്പടികളുമായിട്ട് ഉടമ്പടി ചെയ്യും ബ്രേക്ക് ചെയ്യും, ഉടമ്പടി ചെയ്യും ബ്രേക്ക് ചെയ്യും. അത് തന്നെ അവരെന്താക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നപ്പോഴും തുടർന്നുകൊണ്ടേയിരുന്നു. അതാണ് അവരുടെ ഹാബിറ്റ്, അതാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത്. അടുത്ത ആയത്ത് നോക്കാം.
ولما جاءهم رسول من عند الله مصدق لما معهم نبذ فريق من الذين أوتوا الكتاب كتاب الله وراء ظهورهم كأنهم لا يعلمون. അവരുടെ പക്കലുള്ള വേദത്തെ ശരിവെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഒരു ദൂതൻ അവരുടെ അടുത്ത് ചെന്നപ്പോൾ ആ വേദക്കാരിൽ ഒരു വിഭാഗം അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ യാതൊരു പരിചയവുമില്ലാത്തവരെ പോലെ പുറകോട്ട് വലിച്ചെറിയുകയാണ് ചെയ്തത്. വാക്കർത്ഥം നോക്കാം. വലമ്മ ജാഅഹും വ ആൻഡ് ആണ് തൊട്ട് മുമ്പുള്ള ആയത്തുമായിട്ട് ചേർത്ത് പറയാണ്. ലമ്മ അങ്ങനെ ചെയ്തപ്പോൾ, അപ്പോൾ, വെൻ എന്നുള്ള അർത്ഥം. ജാ വന്നു, ഹും അവരിലേക്ക്. അപ്പം അവരുടെ അടുത്തേക്ക് വന്നപ്പോൾ റസൂലുൻ ഒരു ദൂതൻ, മിൻ അൻദില്ലാഹി അള്ളാഹുവിങ്കിൽ നിന്ന്, ഓക്കെ, അള്ളാഹുവിന്റെ അടുത്ത് നിന്ന്, മുസദ്ദിഖുൻ സത്യപ്പെടുത്തിക്കൊണ്ട്, ശരിവെച്ചുകൊണ്ട്. പ്രാവശ്യം നമ്മൾ മുസദ്ദിഖുൻ കണ്ടു അല്ലെ. ഇപ്പൊ ഈ കഴിഞ്ഞ കുറച്ച് ആയത്തുകളിൽ ലിമ യാതൊന്നിനെ, മഅഹും അവരുടെ കൂടെ ഉള്ളതിനെ, അവരുടെ കയ്യിലുള്ളതിനെ, നബദ എറിഞ്ഞു, ഫരീഖുൻ ഒരു വിഭാഗം, മിനല്ലദീന യാതൊരുവരിൽ നിന്ന്. റിപ്പീറ്റീഷൻ ആണ്, അതുകൊണ്ട് എടുത്തെടുത്ത് പറയുന്നൊന്നുമില്ല. ഊതു അവർക്ക് നൽകപ്പെട്ടു, അൽ കിതാബ് എന്താണ് വേദഗ്രന്ഥം. അപ്പൊ വേദഗ്രന്ഥം നൽകപ്പെട്ടവരിൽ നിന്ന്, ഓക്കെ, മിനല്ലദീന ഊത്തുൽ കിതാബ് എന്നാണ് പറയുന്നത്. കിതാബ് അല്ലാഹി അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ, വറാഅ പിന്നിലേക്ക്, ദുഹൂരിഹിം അവരുടെ മുതുകുകളുടെ, കഅന്നഹും അവർ എന്ന പോലെ, കഅന്നഹും, ഓക്കെ, ക എന്ന് വെച്ചാൽ പോലെ, അന്ന ഒരു സ്ട്രെസ് കൊടുക്കാണ്, ഹും അവർ, ലാ യഅലമൂൻ അവർക്ക് അറിയൂല, അല്ലെങ്കിൽ അവർക്ക് അറിയൂല, അറിഞ്ഞൂടാ എന്ന പോലെ അവര് അതിനെ വലിച്ചെറിയുകയാണ് ചെയ്തത്. തഫ്സീർ നോക്കാം. വലമ്മ ജാഅഹും റസൂലും, അങ്ങനെ അവരിലേക്ക് എന്താണ് ഒരു പ്രവാചകൻ അല്ലെ, ഒരു റസൂല്, ഒരു മെസ്സഞ്ചർ വന്നു. മിൻ അൻദില്ലാഹി അള്ളാഹുവിങ്കിൽ നിന്ന്. അത് ഒരാൾ വന്നിട്ട് ഞാൻ മെസ്സഞ്ചർ ആണ് അല്ലെങ്കിൽ ഞാൻ റസൂലാണെന്ന് പറഞ്ഞ് അവകാശപ്പെടുകയല്ല ചെയ്തത്. പകരം അള്ളാഹു അയച്ചതാണ് അവരിലേക്ക് ഒരു പ്രവാചകൻ അല്ലെ. അവർ ഇതുവരെ ചെയ്തത് അവർ എടുത്ത ഉടമ്പടികളൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവരിലേക്ക് ഒരു പ്രവാചകൻ വന്നു. ആരാണ് അവരിലേക്ക് വന്ന റസൂല്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെ. അള്ളാഹു സുബ്ഹാനഹു തആല അയച്ച നബിയായിരുന്നു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വന്തമായിട്ട് വന്നിട്ട് ഞാൻ നിങ്ങളുടെ നബിയാണെന്ന് പറഞ്ഞതല്ല. അങ്ങനെ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലേക്ക് കൊണ്ടുവന്നത് എന്തോ, അത് എന്താണ്? മുസദ്ദിഖുൻ ലിമാ മഅഹും അവരുടെ കയ്യിലുള്ളതിനെ സത്യപ്പെടുത്തുന്നതായിരുന്നു. അവരുടെ ഗ്രന്ഥത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ. തൗറാത്തിലും ഇഞ്ചീലിലും ഒക്കെ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ആയിരിക്കും, ഇന്ന സ്ഥലത്താണ് വരാ, ഇതൊക്കെയാണ് അടയാളങ്ങള്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തന്നെയാണ് അഹ്ലുൽ കിതാബിൽ നിന്ന് ഒരുപാട് ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടയാളങ്ങൾ മനസ്സിലാക്കി അവർ ഇസ്ലാം ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ ചരിത്രങ്ങളിൽ കാണാം അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഫസ്റ്റ് വഹ്യ് കിട്ടിയ സമയത്ത് ഖദീജ റളിയല്ലാഹു അൻഹ അവരുടെ ഒരു റിലേറ്റീവ് ആയിരുന്നു വറഖ ഇബ്നു നൗഫലിന്റെ അടുത്ത് കൊണ്ടുപോകുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടയാളങ്ങൾ കണ്ടിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, യെസ്, ഇത് വരാനിരുന്ന നബി തന്നെയാണ്. കാരണം അദ്ദേഹം അവരുടെ ഗ്രന്ഥങ്ങളിൽ എക്സ്പേർട്ട് ആയിരുന്നു, ജൂതനായിരുന്നു, അവരുടെ കിതാബുകളിൽ എക്സ്പേർട്ട് ആയിരുന്നു. അപ്പൊ അവർക്ക് കാര്യം മനസ്സിലായി. അപ്പൊ അവരുടെ ഗ്രന്ഥങ്ങളിലൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ. അതുകൊണ്ട് അവർക്ക് മനസ്സിലാകാറുമുണ്ട്, ആക്സെപ്റ്റ് ചെയ്യാറുമുണ്ട് ആളുകൾ. പക്ഷേ മെജോറിറ്റി ആൾക്കാരും എന്താക്കി? അവര് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അവർക്ക് കാരണം എന്താ? അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെട്ടില്ല, അവരുടെ ഗോത്രത്തിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിൽ നിന്ന് വരാത്തത് കൊണ്ട്. സുബ്ഹാനല്ലാഹ്. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തായിഫിൽ പോയ സംഭവം സീറ കേട്ടവർക്കൊക്കെ അറിയാം. തായിഫിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്ദേശം അറിയിക്കാൻ വേണ്ടി, ഇസ്ലാം അറിയിക്കാൻ വേണ്ടിയിട്ട് ചെന്നപ്പം അവിടെയുള്ള ആൾക്കാരുടെ റിയാക്ഷൻ എന്തായിരുന്നു അല്ലെ? വളരെ മോശപ്പെട്ട രീതിയിലാണ് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എതിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശത്തിനെതിരെ പ്രതികരിച്ചത്. അവർ കുട്ടികളെയും അവരുടെ അടിമകളെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നാലെ ഓടിച്ച് കല്ലൊക്കെ എറിയിക്കുകയായിരുന്നു, കല്ലെറിഞ്ഞ് ഓടിക്കുക ചെയ്തത്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ജീവരക്ഷാർത്ഥം അവിടെ നിന്ന് തിരിച്ച് ഓടേണ്ടി വന്നിട്ടുണ്ട് അല്ലെ. തായിഫിൽ നിന്ന് വരുന്ന വഴിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മുന്തിരിത്തോട്ടത്തില് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കയറുന്നുണ്ട്. അപ്പം ഇതിന്റെ ഉടമസ്ഥര്
അവർക്ക് ഇങ്ങനെ ഈ ഒരു അവസ്ഥ കണ്ടപ്പോൾ പൊതുവെ അറബികളെ അതിഥികളെ നന്നായി സ്വീകരിക്കുന്നവരാണ്. അപ്പം അവർക്ക് ഈ ഒരു അവസ്ഥ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടി സ്ഥലം കൊടുക്കുകയും കുറച്ച് മുന്തിരിയും കുടിക്കാനുള്ളതൊക്കെ ആയിട്ട് അവരുടെ ഒരു അടിമ, ഒരു ക്രിസ്ത്യൻ അടിമയാണ് അവരുടേത്, അദ്ദാസ് എന്ന് പറയുന്നത്. അദ്ദേഹം അത് ഒരു ക്രിസ്ത്യൻ മനുഷ്യനാണ്. അപ്പം ഇയാൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൊടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിസ്മില്ല എന്ന് പറയണ്ടായി. അപ്പം അദ്ദേഹം ചോദിച്ചു, എന്താ പറഞ്ഞത്? ഇത് മുമ്പ് ആരും ഇവിടെ നിന്നും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ അയാൾ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇയാളുടെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാണ്? അപ്പൊ ഞാൻ ഇങ്ങനെ നീനവ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയും, അതപ്പം യൂനുസ് അലൈഹി ഇസ്ലാമിന്റെ നാട്ടിൽ നിന്നാണല്ലോ വരുന്നത്. അങ്ങനെ അദ്ദേഹമായിട്ട് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചപ്പം ഈ അടിമയ്ക്ക്, ക്രിസ്ത്യൻ അടിമയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യം എന്താണ് സന്ദേശത്തിന്റെ ആ ഒരു സത്യം ഉണ്ടെന്ന് മനസ്സിലാവുണ്ടായി. അപ്പം ഇവരിലുള്ള ആളുകൾക്ക്, അഹ്ലുൽ കിതാബിന്റെ ആൾക്കാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന സന്ദേശത്തിന്റെ സത്യാവസ്ഥയും മനസ്സിലാക്കിയ ആളുകൾ ഇഷ്ടം പോലെയുണ്ട്. സൽമാൻ അൽ ഫാരിസി, അതും പേർഷ്യക്കാരനായിരുന്നു അല്ലെ. അദ്ദേഹം ഒരു മജൂസി, അതാണ് അഗ്നി ആരാധകനായിരുന്നു. അദ്ദേഹം പിന്നീട് ക്രിസ്ത്യാനിയായി. അങ്ങനെ ഒരു അദ്ദേഹം ഒരു എന്താ പറയാ, ഒരു ഫാദറിന്, ക്രിസ്ത്യാനികളുടെ പാതിരിമാരുണ്ടല്ലോ, ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് ഇങ്ങനെ മാറി മാറി ഇങ്ങനെ കാര്യങ്ങൾ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ശ്രമിക്കുന്നതിന്റെ ഇടയ്ക്ക് അദ്ദേഹം മദീനയിൽ എത്തിപ്പെടുക ചെയ്തത്. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട് അതിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അദ്ദേഹത്തിന്റെ സന്ദേശത്തിന്റെയും സത്യാവസ്ഥ മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം മുസ്ലിമായി. അബ്ദുല്ലാഹിബ്നു സലാം, അദ്ദേഹം ഒരു ജൂതനായിരുന്നു. അദ്ദേഹവും വിശ്വസിച്ചു. അങ്ങനെ ജൂതന്മാരുടെ ഇടയിലും ക്രിസ്ത്യാനികളുടെ ഇടയിലും ഒരുപാട് ആളുകൾ, അഹ്ലുൽ കിതാബിൽപ്പെട്ട ഒരുപാട് ആളുകൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടയാളങ്ങൾ കാണുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ, ഇനി അവരുടെ ഗ്രന്ഥത്തിൽ പറഞ്ഞതാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഒരുപാട് ആളുകൾ അന്ന് തന്നെ മതം സ്വീകരിച്ചിട്ടുണ്ട്. അതേപോലെ ഇന്നും അല്ലെ, ഇന്നും നമ്മൾ ഒരുപാട് ന്യൂസ് കാണുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അറിയുകയും മനസ്സിലാക്കുകയും അടയാളങ്ങൾ മനസ്സിലാക്കുകയും ഖുർആനെ മനസ്സിലാക്കുകയും അത് പഠിക്കുകയും ഒക്കെ ചെയ്ത് വിശ്വസിക്കുന്ന ആൾക്കാർ ഇന്നും ഉണ്ട്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം ഫരീഖുൻ എന്ന് എടുത്തു പറയാനുള്ള കാരണം അതാണ്. അവർ മൊത്തത്തില് അവിശ്വസിച്ചവരും നിഷേധിച്ചവരും അല്ല അല്ലെ. അല്ലാഹു സുബ്ഹാനഹു പറയാണ്, വലമ്മാ ജാഅഹും റസൂലും മിൻ ഇൻദില്ലാഹി മുസദ്ദിഖുൻ ലിമാ മഅഹും. അങ്ങനെ അവരിലേക്ക് അള്ളാഹുവിൽ നിന്ന് ഒരു റസൂല് വന്നു, അവരുടെ കയ്യിലുള്ളതിനെ, അവരുടെ കൂടെ ഉള്ളതിനെ സത്യപ്പെടുത്തിക്കൊണ്ട്. എന്തായിരുന്നു അവരുടെ റിയാക്ഷൻ? നബദ, അവര് വലിച്ചെറിഞ്ഞു. ഫരീഖുൻ, ലെ, അവരിൽ ഒരു വിഭാഗം. ആരിലുള്ള വിഭാഗമാണ്? മിനല്ലദീന ഊത്തുൽ കിതാബ്, ഗ്രന്ഥം നൽകപ്പെട്ടവരിൽ നിന്ന് ഉള്ള ഒരു വിഭാഗം. അല്ലദീന ഊത്തുൽ കിതാബ്, ഊത്തു ഹംസ, ഊത്തു റൂട്ട് ഹംസ ത യ, അത ഊത്തു ഒക്കെ ഒരേ റൂട്ടാണ്. ഓക്കെ, അപ്പം ഗ്രന്ഥം നൽകപ്പെട്ടവരിൽ നിന്നുള്ള ഒരു വിഭാഗം ആരാണത്? യഹൂദികളും നസ്രാനികളും അല്ലെ. ഗ്രന്ഥം നൽകപ്പെട്ടവർ അവരല്ലേ. അപ്പം അവരിൽ നിന്ന് ഒരു വിഭാഗം അവരെന്ത് ചെയ്തു? നബദ, അള്ളാഹു എന്താണ്? വലിച്ചെറിഞ്ഞു അല്ലെ. കിതാബ് അള്ളാഹ്, അള്ളാഹുവിന്റെ കിതാബിനെ, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിനെ അവര് വലിച്ചെറിഞ്ഞു. അത് എങ്ങോട്ടാ അവര് വലിച്ചെറിഞ്ഞത്? വറാ ദുഹൂരിഹിം, അത് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് അല്ലെ. അവര് വലിച്ചെറിഞ്ഞു എന്നല്ല പറഞ്ഞത്. എങ്ങോട്ടാ വലിച്ചെറിഞ്ഞത്? വറാ ദുഹൂരിഹിം, അവരുടെ പിൻഭാഗത്തേക്ക്. വറാ വൗറ യ ദുഹൂർ, വറ എന്ന് പറഞ്ഞാല് പിന്നിലേക്ക്. ദുഹൂർ, ദൊഹറിന്റെ പ്ലൂരലാണ് ദുഹൂർ. ദുഹൂർ എന്ന് പറഞ്ഞാലും മുതുക് എന്നാണ്. ഓക്കെ, നമ്മുടെ ബാക്ക് സൈഡ്. അപ്പം മുതുകിന്റെ ഭാഗം എന്ന് പറയുന്നത് പിൻഭാഗത്തേക്ക് അല്ലെ. അവര് പിന്നിലേക്ക് വലിച്ചെറിഞ്ഞു. എങ്ങനെയൊക്കെ? അന്നഹും ലാ യഅലമൂൻ, അവർക്ക് മനസ്സിലായിട്ടേ ഇല്ല, അവർക്ക് അറിയേ ഇല്ല എന്ന പോലെ. അവർക്ക് ഇത് പ്രവാചകനാണെന്നും ഇത് അള്ളാഹുവിന്റെ ഗ്രന്ഥമാണെന്നും അള്ളാഹുവിൽ നിന്ന് വന്ന നബിയാണെന്നും ഒന്നും മനസ്സിലാകാത്ത പോലെ ആക്ട് ചെയ്തിട്ട് അവരത് വലിച്ചെറിയാണ് ഉണ്ടായത്. ഓക്കെ, അന്നഹും ലാ യഅലമൂൻ, അവർക്ക് മനസ്സിലാവാത്ത പോലെ, അവർക്ക് ഗ്രന്ഥത്തെ മനസ്സിലാക്കാത്ത പോലെ, അള്ളാഹുവിന്റെ നബിയെ മനസ്സിലാക്കാത്ത പോലെ. സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരിലേക്ക് വന്നപ്പം, അതും നമ്മൾ പറഞ്ഞില്ലേ, അവരുടെ ഗ്രന്ഥങ്ങളിൽ കൃത്യമായിട്ട് വിശദീകരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എന്താണ്, ആരാണ് ഇത്, എങ്ങനെയായിരിക്കും എന്നൊക്കെ. എന്നിട്ടും അവര് അതിനെ എന്താണ് മൈൻഡ് ചെയ്തില്ല. ഇവിടെ കിതാബ് അല്ലാഹ് എന്ന് പറയുന്നത് അവർക്ക് നൽകപ്പെട്ട ഗ്രന്ഥം. ഓക്കെ, അതിനകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടയാളങ്ങളൊക്കെ വിശദമാക്കിയിട്ടുണ്ടായിരുന്ന ഗ്രന്ഥത്തെ അവര് വലിച്ചെറിയാണ് ചെയ്തത്. അവര് ജസ്റ്റ് അതിനെ എന്താ മൈൻഡ് ആക്കിയില്ല അല്ലെ. പിന്നിലേക്ക് വലിച്ചെറിയ എന്ന് പറയുമ്പോൾ
എന്താണ്, അവർക്കത് പിന്നെ ഒരിക്കലും നോക്കാനേ താല്പര്യമില്ലാത്ത രീതിയിലാണ് അവരതിനെ വലിച്ച് എറിഞ്ഞത്. സുബ്ഹാനല്ലാഹ്. മാത്രമല്ല, അവർക്ക് അറിയാത്ത പോലെ എന്ന് പറയുമ്പം അവരവരുടെ ഗ്രന്ഥത്തിൽ നിന്ന് ഇതുപോലെയുള്ള ആയത്തുകളൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ബനി ഇസ്രായേലിന് കൊടുത്ത ഗ്രന്ഥങ്ങളൊക്കെ കൈ കടത്തപ്പെട്ടിട്ടുണ്ട് അല്ലെ. അവരെഴുതി ചേർത്തിട്ടുണ്ട്, അവര് റിമൂവ് ചെയ്തിട്ടുണ്ട്, എഡിറ്റ് ചെയ്തിട്ടുണ്ട്, പല രീതിയിലും ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടയാളങ്ങളുള്ള പല കാര്യങ്ങളും അവരെന്ത് ചെയ്തു, മായ്ച്ച് കളഞ്ഞിട്ട് അങ്ങനെയൊന്നും അവിടെ ഇല്ല എന്ന് ഉള്ള രീതിയിൽ അവരതിനെ മാറ്റി മറക്കുകയാണ് ഉണ്ടായത്. സുബ്ഹാനല്ലാഹ്. ഇനി അഥവാ ഇനി അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവര് അതിനെ വേറെ രീതിയിൽ ഇന്റർപ്രറ്റും ചെയ്ത് അത് അങ്ങനെയല്ല ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു വെച്ച് അവരുടെ പണ്ഡിതന്മാര്. അപ്പം പിന്നിലേക്ക് വലിച്ചെറിയ എന്ന് പറയുമ്പം ശരിക്കും അതിന് 2-3 ഇംപ്ലിക്കേഷൻസ് ഉണ്ട്. ഒന്ന്, അതിൽ നിന്ന് കംപ്ലീറ്റ്ലി തിരിഞ്ഞു നിൽക്കുക. എന്തെങ്കിലും ഒരു സാധനം നമ്മളെ മുമ്പിലേക്ക് പ്രസന്റ് ചെയ്യുമ്പം അതിൽ നിന്ന് കംപ്ലീറ്റ്ലി തിരിഞ്ഞു നിൽക്കുക. 2, യാതൊരു ഇൻട്രസ്റ്റും ഇല്ല. വെറുതെ ശാരീരികമായി തിരിഞ്ഞു നിൽക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറം മാനസികമായിട്ട് അവർക്ക് അതിനകത്ത് യാതൊരു ഇൻട്രസ്റ്റും ഇല്ലാത്ത രീതിയിൽ തിരിഞ്ഞു നിൽക്കുക. പ്ലസ് 3, ഈ പിന്നീട് ഒരിക്കലും നാം അതിലേക്ക് തിരിച്ചു പോകൂല എന്നുള്ള തീരുമാനത്തോടു കൂടി. ചില കാര്യങ്ങൾ നമ്മൾ താൽക്കാലികമായി തിരിഞ്ഞു നിൽക്കും അല്ലെ, താൽക്കാലികമായി ഇൻട്രസ്റ്റ് ഇല്ലായ്മ ഉണ്ടാവും. പക്ഷേ ഇത് അവരിനി ഒരിക്കലും നമ്മൾ അതിലേക്ക് പോകില്ല എന്നുള്ള തീരുമാനത്തോടു കൂടി. അപ്പം തവല്ലി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് തിരിഞ്ഞു നിൽക്കുക. ഈ അറാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു കാര്യത്തിനോട് മാനസികമായിട്ട് യാതൊരു ഇൻട്രസ്റ്റും ഇല്ലാതിരിക്കുക. 3, റുജോ, അതിലേക്ക് മടങ്ങുക, ഒരിക്കലും മടങ്ങാത്ത രീതിയിൽ തിരിയുക. ഓക്കെ, ഒരിക്കലും അതിലേക്ക് പോവില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് അവര് തിരിഞ്ഞു നിന്നു. അപ്പൊ നമ്മളെ കയ്യിൽ ഒരു ബുക്കോ എന്തെങ്കിലും ഒരു പേപ്പർ കാര്യങ്ങൾ നമുക്ക് വായിക്കാൻ വേണ്ടി കിട്ടണം. ഓക്കെ, ഭയങ്കര ടഫ്, ഒന്നും വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല എന്ന് ഉള്ള ഒരു ബുക്കാണെങ്കിൽ നമുക്ക് 2 രീതിയിൽ അതിനെ ഹാൻഡിൽ ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് ഇത് എന്തായാലും നടക്കാൻ പോണില്ല എന്നിട്ട് നമുക്ക് അതിനെ വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് കളയാം, അല്ലെങ്കിൽ നമ്മൾ പിന്നീട് ഒരിക്കലും നോക്കാത്ത രീതിയിൽ അതിനെ ഗാർബേജിലേക്ക് തള്ളാം. ഓക്കെ, പിന്നെ അത് നമ്മുടെ മനസ്സിൽ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടാവും, ഓ ഇതിനിപ്പോ എന്തായാലും എനിക്ക് വായിച്ചാൽ മനസ്സിലാവാൻ പോണില്ല. ഇനി അതല്ല, ചിലപ്പോൾ നമ്മൾ നമ്മുടെ ടേബിളിൽ ഒരു സൈഡിലവിടെ വെക്കും അല്ലെ, പിന്നീട് എപ്പോഴെങ്കിലും നമുക്കൊരു കോൺസെൻട്രേഷൻ ഉള്ള സമയത്ത് അതൊന്ന് വായിച്ച് നോക്കാം എന്ന് അങ്ങനെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ നമ്മളുടെ ഉള്ളിലുള്ള അർത്ഥം എന്താണ്, പിന്നെ ഞാൻ അതിലേക്ക് നോക്കും അല്ലെ, പിന്നെ ഞാനത് വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കും. പക്ഷെ ഇവരുടെ കേസിൽ അതല്ല നടന്നത്. അവരെന്താ ചെയ്തത്, അവര് പിന്നിലേക്ക് വലിച്ചെറിയാണ് ചെയ്തത് അല്ലെ. ശരിക്കും അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് വെറുതെ വലിച്ചെറിഞ്ഞു എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അവിടെ പിന്നിലേക്ക് വലിച്ചെറിഞ്ഞു എന്ന് പറയുന്നതിന് പോലും എന്താണ് ഒരു ഉദ്ദേശമുണ്ട്. സുബ്ഹാനല്ലാഹ് അല്ലെ. അപ്പൊ അവർ അതിൽ നിന്ന് കംപ്ലീറ്റ്ലി തിരിഞ്ഞു നിൽക്കുക. അവർക്ക് അതിൽ യാതൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത രീതിയിൽ, മാത്രമല്ല ഇനി ഒരിക്കലും അതിലേക്ക് തിരിഞ്ഞ് പോകൂല, അല്ലെങ്കിൽ ഒരിക്കലും അതിലേക്ക് ഇനി അവരുടെ ശ്രദ്ധ വരരുത് എന്ന് തീരുമാനിച്ച് അവര് വലിച്ചെറിഞ്ഞു. അതും യാതൊരു കുറ്റബോധവും ഇല്ലാത്ത രീതിയിൽ. സുബ്ഹാനല്ലാഹ്. കഅന്നഹും ലാ യഅലമൂൻ, സത്യം അവർക്ക് അറിയില്ല എന്ന പോലെ. അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരിച്ചറിഞ്ഞില്ല എന്ന പോലെ, ഗ്രന്ഥത്തെ തിരിച്ചറിഞ്ഞില്ല എന്ന പോലെ. സുബ്ഹാനല്ലാഹ്, എന്തൊരു അഹങ്കാരമാണ് അല്ലെ. നമ്മൾ ഇതൊക്കെ ബനൂ ഇസ്രായേലിനെ കുറിച്ചാണ് പറയുന്നതെങ്കിലും നമ്മൾ നമ്മളിലേക്ക് തന്നെ നോക്കുക. നമ്മളെ ഗ്രന്ഥം, ഖുർആൻ ആകുന്ന ഗ്രന്ഥം നമ്മളുടെ കണ്ണിന്റെ മുമ്പിൽ വന്നിട്ടും നമ്മൾ ഫിസിക്കലി അല്ലെ നമ്മളത് വലിച്ചെറിയുന്നൊന്നുമില്ല. ശരി തന്നെ, നമ്മൾ ഭയങ്കര ബഹുമാനത്തോടു കൂടി തന്നെയാണ്. പക്ഷെ മെന്റലി എത്രത്തോളം നമ്മൾ അതിലേക്ക് റിട്ടേൺ ചെയ്യുന്ന ആളുകളാണ്, അതിനകത്തേക്ക് ചെന്ന് അതിനകത്ത് എന്തുണ്ടെന്ന് മനസ്സിലാക്കിയില്ലേ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ്, അതോ ഇത് ഓതി തീർക്കാൻ വേണ്ടി മാത്രമാണുള്ളതെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണോ? ഇനി നമ്മൾ എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഒരു ഇത്തിരിയെങ്കിലും ഒരു ചെറിയൊരു പ്രതീക്ഷയോട് കൂടിയെങ്കിലും മനസ്സിൽ ആഗ്രഹിച്ചിട്ടുണ്ട്, ഇതിനകത്ത് എന്താ ഉള്ളതെന്ന് അറിയണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ റബ്ബ് നമ്മൾ അതിലേക്ക് എത്തിച്ചിട്ടുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. അതേസമയം നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടുമുള്ള ഒരുപാട് ആളുകളെ സുബ്ഹാനല്ലാഹ് എത്ര ശ്രമിച്ചിട്ടും അല്ലെ അവരതിലേക്ക് എത്താത്ത ആൾക്കാര്. അപ്പം നമ്മളുടെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള ആഗ്രഹം അല്ലെ, നമ്മൾ ഇറാദ് കാണിച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ തിരിഞ്ഞു നിൽക്കല്ല, യാതൊരു ഇൻട്രസ്റ്റും ഇല്ലാത്ത രീതിയിൽ അതിൽ നിന്ന് ഓ എനിക്കിത് അറിയണ്ട, ഇനി അറിഞ്ഞാൽ ഇതൊക്കെ ഫോളോ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അതൊന്നും നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല, നമുക്ക് ഇങ്ങനെ മതി, ഇങ്ങനെയുള്ള പ്രതിഫലം മതി, ഓതി തീർത്തുള്ള പ്രതിഫലം മതി, നമ്മളുടെ ഉള്ളിൽ അത് തീരുമാനിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ പുറത്തുനിന്ന് നമ്മൾ എത്ര അവരെ പുഷ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അവരതിലേക്ക് എത്തിക്കൊള്ളണമെന്നില്ല. അപ്പം ബനൂ ഇസ്രായേലിന്റെ കാര്യത്തിൽ അവരെന്താ, അവരുള്ളിൽ തീരുമാനിച്ചിട്ട് വലിച്ചെറിഞ്ഞതാണ്. അത് പുറകോട്ടില്ലേ, മുമ്പിലേക്കോ സൈഡിലേക്കോ ഒന്നുമല്ല, അവര് പുറകോട്ട് വലിച്ചെറിഞ്ഞവരാണ്.
അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രത്യേകം വേറൊരു കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ മുസദ്ദിഖുൻ ലിമാ മഅഹും ലേ, അവർക്ക് എന്തെങ്കിലും ഒരു സാധനം അവർക്ക് അള്ളാഹ് കൊടുക്കുമ്പം അള്ളാഹ് പറയാണ് ഇത് നിങ്ങളെ കയ്യിലുള്ളതിനെ സത്യപ്പെടുത്തുന്നത് തന്നെയാണ്. അത് നിങ്ങൾ ശരിയാണ് അല്ലെ, നിങ്ങളുടെ ഗ്രന്ഥം ശരിയാണെന്ന് സത്യപ്പെടുത്തിക്കൊണ്ടൊരു കാര്യമാണ് ഞാൻ അയച്ചത്. അങ്ങനെ കേൾക്കുമ്പോൾ സ്വാഭാവികമായും അവര് സന്തോഷം അവർക്ക് സന്തോഷം ഉണ്ടാവുക വേണ്ടത് അല്ലേ, അവരതിനെ സ്വീകരിക്കുകയാണ് വേണ്ടത്. പകരം അവരുടെ റിയാക്ഷൻ കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ആയിരുന്നു. അവരതിനെ വലിച്ചെറിയാണ് ചെയ്തത് അല്ലേ. സുബ്ഹാനല്ലാഹ്. കിതാബുല്ലാഹ്, ഇവിടെ കിതാബുല്ലാഹ് എന്ന് പറയുമ്പോൾ എന്താണ് അള്ളാഹുവിന്റെ ഗ്രന്ഥം, ഖുർആൻ എന്നുള്ള അർത്ഥമുണ്ട്. അവരുടെ കയ്യിലുള്ള എന്താണ് ഗ്രന്ഥങ്ങളായത്, അതായത് തൗറാത്ത് ഇഞ്ചീൽ എന്നുള്ള അർത്ഥങ്ങളുണ്ട്. അപ്പൊ ഖുർആൻ ആണെങ്കിലും അവർ ഖുർആനെ വലിച്ചെറിയുക ചെയ്തത് അല്ലെ, പിന്നീട് ഒരിക്കലും തിരിഞ്ഞു നോക്കാത്ത രീതിയിൽ അവർ വലിച്ചെറിയുക ചെയ്തത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യമാണെങ്കിൽ അവർ അതന്നെ. ഇനി അവരുടെ കയ്യിലെ ഗ്രന്ഥങ്ങളാണെങ്കിൽ അവരെന്താ ചെയ്തത്, അതിനകത്ത് ഈ പറഞ്ഞ എന്തെങ്കിലും അടയാളങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ മായ്ച്ചു കളയുക ചെയ്തത്. അത് പിന്നീട് ഒരിക്കലും പ്രത്യക്ഷപ്പെടാത്ത രീതിയിൽ അവർ മായ്ച്ചു കളയാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. സുബ്ഹാനല്ലാഹ്. അപ്പം നബദ, അവര് വലിച്ചെറിഞ്ഞു. നമ്മൾ എന്തിനാ വലിച്ചെറിയാ, നമുക്ക് യാതൊരു ഇമ്പോർട്ടൻസും കൊടുക്കാൻ താല്പര്യമില്ലാത്ത സാധനങ്ങളെ നമ്മൾ വലിച്ചെറിയുള്ളൂ അല്ലെ. അങ്ങേയറ്റം ശരിക്കും നമ്മളൊക്കെ വീട് കണ്ടാലും അറിയാം, വീട്ടിനകത്ത് എല്ലാ മുക്കിലും മൂലയ്ക്കും ഉണ്ടാവും എന്തെങ്കിലും ഒരു കുഞ്ഞി സ്ക്രൂ വരെ വലിച്ചെറിയാതെ എടുത്തു വെച്ചത്. അത് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടായിട്ടുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടില്ലേ. പാത്രങ്ങൾ ഉണ്ടാവും, കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളൊക്കെ ഇന്ന് വരെ ഒരാളും വന്നിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാവില്ല, നമ്മൾ വീട്ടിലല്ലാതെയും യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. എന്നാലും അത് എവിടെയെങ്കിലൊക്കെ മൂലയ്ക്ക് എടുത്തു വെച്ചിട്ടുണ്ടാവും അല്ലെ, എപ്പോഴെങ്കിലും അതിനെ കൊണ്ടൊരു പ്രയോജനം ഉണ്ടാവുന്നു. പക്ഷെ ഇവിടെ അവര് വലിച്ചെറിയാണ് അല്ലെ. എന്താകൊണ്ടാ വലിച്ചെറിഞ്ഞത്, യാതൊരു ഇമ്പോർട്ടൻസും അതിന് കൊടുക്കാത്തത് കൊണ്ട്. സുബ്ഹാനല്ലാഹ്. നമ്മളൊക്കെ ഫിസിക്കലി വലിച്ചെറിയാത്തവർ തന്നെയാണ്, പക്ഷേ ഇറാദ് കാണിക്കുന്നവരാണോ, മെന്റലി അതിൽ നിന്ന് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് തിരിഞ്ഞു നിൽക്കുന്നവരാണോ, മെന്റലി അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ വലിച്ചെറിയുന്നവരാണോ എന്ന് നമ്മളോട് തന്നെ ചോദിക്കുക. അങ്ങനെ വലിച്ചെറിയാണെങ്കിൽ അത് നമ്മൾ ഗാർബേജ് ആണ്, വേസ്റ്റ് ആണെന്ന് നമ്മളുടെ ഉള്ളിൽ ഡിക്ലെയർ ചെയ്യാണ് അല്ലെ. നമ്മൾ ശരിക്കും നമ്മളെ വീട് ക്ലീൻ ചെയ്യുന്ന കാര്യം ആലോചിച്ചാൽ മതി. എത്ര ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ എടുത്തു വെച്ച അല്ലെ, ഈ ചിലപ്പോ ഒരു ബാസ്ക്കറ്റ് ഒക്കെ ഉണ്ടാവും, എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് അറിയാത്ത പല സാധനങ്ങളും ഉള്ള ഒരു ബാസ്ക്കറ്റ് അല്ലേ. അത് എത്ര പ്രാവശ്യം ഒഴിച്ചു കഴിഞ്ഞാലും പിന്നെ ഉണ്ടാവും ആ ബാസ്ക്കറ്റിനകത്ത് അത്ര സാധനം. കാരണം നമുക്ക് ഇത് എപ്പോഴെങ്കിലും ഉപകാരം ഉണ്ടായെങ്കിലോ എന്ന് വിചാരിച്ചിട്ടില്ലേ. പക്ഷെ ഖുർആന്റെ കാര്യത്തില് റാദാണോ നമ്മൾ കാണിക്കുന്നത്, അതായത് മെന്റലി ഒരു ഇൻട്രസ്റ്റും ഇല്ലാതെ അതിൽ നിന്ന് തിരിഞ്ഞു നിൽക്കുന്നവരാണോ എന്ന് ചോദിക്കുക. നമ്മൾ പിന്നിലേക്ക് വലിച്ചെറിയുന്നവരാണോ എന്ന് ചോദിക്കുക. കാരണം മുന്നിലേക്ക് വലിച്ചെറിഞ്ഞാൽ നമുക്ക് പ്രതീക്ഷയുണ്ട് അല്ലെ, നമ്മൾ അത് ഇനിയും കാണും. റൈറ്റിലോ ലെഫ്റ്റിലോ ആണെങ്കിൽ പോലും നമ്മൾ ഇരിക്കുന്ന ടേബിളിന്റെ റൈറ്റിലോ ലെഫ്റ്റിലോ നമ്മളൊരു ബുക്ക് വെച്ചാൽ അതിന്റെ അർത്ഥം നമ്മൾ അത് ഇനിയും എടുത്ത് നോക്കും എന്നാണ് അല്ലെ. നമ്മൾ ഇനിയും അത് വായിച്ചു നോക്കും, മനസ്സിലാക്കാൻ നോക്കും എന്നാണ്. സുബ്ഹാനല്ലാഹ്. പക്ഷെ അവരെന്താ ചെയ്തത്, അവര് പിന്നിലേക്ക് വലിച്ചെറിയുക. ഒരിക്കലും നമ്മൾ ഇതിലേക്ക് നോക്കൂല എന്നുള്ള രീതിയിൽ അവരതിനെ അവഗണിക്കുകയാണ്. ഒരു യാഥാർത്ഥ്യത്തെ അല്ലെ, ഖുർആൻ എന്ന അല്ലെങ്കിൽ അവരുടെ ഗ്രന്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല കൊടുത്ത സ്റ്റേറ്റ്മെന്റ്സ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടയാളങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ അവരിനി എത്ര തന്നെ തേച്ചു മാച്ച് കളയാൻ ശ്രമിച്ചാലും, എത്ര അവര് വലിച്ചെറിഞ്ഞു കഴിഞ്ഞാലും യാഥാർത്ഥ്യമല്ലാതെ ആവുന്നില്ല. അതിനെ എലിമിനേറ്റ് ചെയ്ത് കളയാൻ ആർക്കും പറ്റൂല അല്ലെ. മരണം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മരണത്തിനെ കുറിച്ച് നമ്മൾ ഇനി എത്ര സംസാരിക്കാതിരുന്നാലും എത്ര ചിന്തിക്കാതിരുന്നാലും അത് യാഥാർത്ഥ്യമാണ്, അത് ഇല്ലാണ്ടാവാൻ പോണില്ല അല്ലെ. അതുപോലെ ആണ് ഇതും. ഖുർആൻ സത്യമാണ്. ഖുർആനകത്ത് പറഞ്ഞിരിക്കുന്ന ഏതൊരു കാര്യവും അത് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചോ, നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചോ, ഇനി നമ്മൾ അതിനെ വലിച്ചെറിഞ്ഞോ ഇഗ്നോർ ചെയ്തോ എന്ത് തന്നെ ചെയ്തു കഴിഞ്ഞാലും ആ സത്യം സത്യമല്ലാതാവുന്നില്ല, ആ യാഥാർത്ഥ്യം അല്ലാതാവുന്നില്ല. അത് മാത്രമേ വിജയിക്കുള്ളൂ. അപ്പൊ നമ്മൾ എത്രത്തോളം അതിലേക്ക് മടങ്ങുന്നവരാണെന്ന് നമ്മളോട് തന്നെ ചോദിക്കുക, ഞാനും നിങ്ങളും അല്ലെ. നമുക്കൊക്കെ ഞാൻ ഉൾപ്പെടെ നമ്മൾക്ക് വേറെ പലതും വരുമ്പോൾ ഇതിനൊന്നും നമുക്ക് സമയമില്ലാണ്ടാവാറുണ്ട്. നമ്മള് ജീവിതത്തിന്റെ തിരക്കുകളും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ അല്ലെ, ഖുർആനിലേക്ക് മടങ്ങുന്ന ആളുകൾ ആയി മാറുന്നുണ്ടോ നമ്മൾ, അല്ലെങ്കിൽ അതിനെ കംപ്ലീറ്റ് ആയിട്ട് മറന്നു പോകുന്ന ആൾക്കാരാണോ എന്ന് നമ്മളോട് മാത്രം. ഓക്കെ, മറ്റുള്ളവരെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട, മറ്റുള്ളവരുടെ അടുത്ത് അറിയിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് നമുക്കുള്ളത്. അവർക്ക് വേണ്ടി ദ്വാ ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്തം നമുക്കുണ്ട്. അവർക്ക് മാതൃക കാണിച്ചു കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് നമുക്കുള്ളത്. അവരെ മാറ്റുക എന്നുള്ളത് അവരുടെ ഹൃദയങ്ങളിലുള്ളതിനനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു തആല ചെയ്യേണ്ട കാര്യമാണ്, അവരുടെ ഡ്യൂട്ടിയാണത്. ഓക്കെ, അപ്പോൾ നമ്മളെപ്പോഴും നമ്മളിലേക്ക് ചോദിച്ചുകൊണ്ടിരിക്കുക, നമ്മൾ ഇറാദ് കാണിക്കുന്നവരാണോ, ഖുർആനിൽ നിന്ന് തിരിഞ്ഞ്
മാനസികമായിട്ട് തിരിഞ്ഞു നിൽക്കുന്നവരാണോ? ശാരീരികമായിട്ട് നമ്മളെ ചെയ്യില്ല. നമുക്ക് ഭയങ്കര ബഹുമാനാണ് അല്ലേ? നമ്മൾ ഭയങ്കര ഓത്താണ് ഖുർആൻ സുബ്ഹാനല്ലാഹ്. മാനസികമായിട്ട് തിരിഞ്ഞു നിൽക്കുന്നവരാണോ? ഇനി നമ്മൾ മനസ്സിലാക്കുന്നവരാണോ? ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നവരാണോ എന്ന് നമ്മളോട് തന്നെ ചോദിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആന്റെ അഹ്ലുകാരായിട്ട് അള്ളാഹുവിന്റെ സ്പെഷ്യൽ ആൾക്കാരാക്കി കൺസിഡർ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും, നമ്മളുടെ കുടുംബങ്ങളെയും, നമ്മളുടെ മക്കളെയും, നമ്മുടെ ഇനി വരുന്ന തലമുറകളെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മളിൽ നിന്നൊക്കെ വന്നു പോയ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി തരട്ടെ. ആമീൻ. اللهم إني عبدك ابن عبدك ابن أمتك ناصيتي بيدك ماض في حكمك عدل في قضاؤك أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. اللهم آت نفسي تقواها وزكها أنت خير من زكاها أنت وليها ومولاها. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.